ഹലോ ഗൈസ്, അപ്പോൾ ഇത് 2 ദിവസം മുന്നേ എടുത്തൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. കുറേ ദിവസമായി ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഗാലറിയിൽ ഇങ്ങനെ കിടന്നപ്പോൾ ഇങ്ങനെ തോന്നി അപ്ലോഡ് ചെയ്യാൻ. 2 ദിവസം ക്ലബ് ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ രാവിലെ തന്നെ ഇതാ മോളെ മുടി രാത്രി തീരെ വൃത്തിയാക്കാൻ സമ്മതിക്കില്ലോട്ടെ, വാരാനേ സമ്മതിക്കില്ല. സ്കൂളിൽ തന്നാൽ പിന്നെ അങ്ങനെ മുടി അയച്ചിട്ട് അങ്ങനെ നടക്കും കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇതാ ഞാൻ മുടിയൊക്കെ കെട്ടി വൃത്തിയാക്കി ആളൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഉമ്മ ചായയും കടിയൊക്കെ കൊടുത്തോളും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അവൾക്ക് സ്നാക്സ് എന്താ കൊടുക്കാൻ നോക്കിയപ്പോൾ പഴത് നല്ല പഴുത്തുക്കണ്. എന്നാലും ഞാനത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു. വലിയ തൊലി പൊളിച്ച് നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ല. അപ്പോൾ ഞാനത് അഡ്ജസ്റ്റ് ചെയ്ത് റോബസ്റ്റാട്ടോ കൊടുത്തത്. പിന്നെ ദോശയും കോഴിമുട്ട പൊരിച്ചതാണ് കേട്ടോ കൊടുത്തത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് മോളെ വൈറ്റമിൻ്റെ മരുന്നും കാൽസ്യമൊക്കെ കൊടുത്തു കേട്ടോ. അതിൻ്റെ ഒക്കെ കുറച്ച് കുറവ് മോൾക്കുണ്ടായിരുന്നു. ഡോക്ടറെ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് കേട്ടോ മരുന്നൊക്കെ വാങ്ങിയത്. അങ്ങനെ മോളെ സെറ്റാക്കി കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് മോളെ പറഞ്ഞേക്കാനുള്ള തയ്യാറെടുപ്പായിട്ടാണ്. പിന്നെ ഇതാ മോള് പോയിട്ടാണ്, മോള് ഇപ്പം കൂടി പോയി. ഇന്ന് ഇപ്പാക്ക് ഒരു ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട് ഇവിടെ, കുടുംബത്തിൽ കല്യാണം ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അവിടുത്തെ വിരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഇപ്പോൾ വേഗം പോകാൻ നിൽക്കുകയാണ് കേട്ടോ. ഉപ്പാക്കും ചായയും കടിയൊക്കെ കൊടുത്തു. പിന്നെ ഞാനും കഴിച്ചിട്ട് നല്ല ഓട്ടടിയും പിന്നെ നല്ല മീൻ കറി ഉണ്ടായിരുന്നു കേട്ടോ. അത് മീൻ കറി കഴിയാനയക്കണ കുറച്ചേ ഉള്ളൂ. അപ്പോൾ അത് രണ്ടും കൂടി കൊട്ടി ഞാനൊരു പിടുത്താണ്ട് പിടിച്ചിട്ടാണ്. ഇതാ ഞങ്ങൾക്ക് ഓട്ടടിയും പിന്നെ മക്കൾക്ക് ദോശയാണ് കേട്ടോ. അവർ ഓട്ടട വലിയ താല്പര്യമില്ല രണ്ടാൾക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതാ. പിന്നെ ഉച്ചക്ക് നല്ല കലീസത്തെ ചിക്കൻ ദം ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ. കലീസത്തെ ദം ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഒപ്പീനിയൻ എന്താ വെച്ചാൽ ചില ചിക്കന് നല്ല വെന്തിട്ടുണ്ടാവും, ചിലതൊക്കെ വേവ് കുറവുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് അവരെ റിവ്യൂവിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അവരിനി അത് റെഡിയാക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി നമുക്ക് നോക്കാം. അങ്ങനെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ പിന്നെ മക്കൾക്ക് രായി ഉണ്ടാക്കി തുടങ്ങി കേട്ടോ. രണ്ടാൾക്കും ഇത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടമാണേനും പിന്നെ നല്ലതല്ലേ, രണ്ടാൾക്കും ഒരുപോലെ തന്നെ കൊടുക്കുകയും ചെയ്യും. സ്കൂളിൽ തന്നാൽ പഴം വാട്ടി രായി ഇതൊക്കെ തന്നെ കൊടുക്കൽ അധികം. പിന്നെ ബേക്കറി അങ്ങനെ അങ്ങോട്ട് കൊടുക്കലും ഇല്ല കേട്ടോ. ഇപ്പോൾ ഒരുവിധം പനിയും ജലദോഷവും ഒക്കെ വന്ന് മാറിപ്പോയതല്ലേ. അതാ പിറ്റേ ദിവസത്തെ വീഡിയോ കേട്ടോ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കണത്. പിറ്റേ ദിവസം ഇതേപോലെ ദോശ മാവ് ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ. നല്ല അടിപൊളി കാലാവസ്ഥ ഉണ്ടോ വന്നത് രാവിലെ തന്നെ. അപ്പം എനിക്കൊന്ന് വീഡിയോ എടുക്കാൻ തോന്നി രാവിലെ തന്നെ. അങ്ങനെ പിന്നെ ദോശയൊക്കെ ഒന്ന് ചെറുപയർ കറിയാണ് കേട്ടോ കൂട്ടാൻ. നല്ല അടിപൊളി അല്ല, ചെറുപയറിയല്ലേ സോറി പോയി പട്ടാണിക്കറിയായിരുന്നു കേട്ടോ. അപ്പോൾ ദോശയും പട്ടാണിക്കറിയും കൂടി നല്ല സെറ്റാക്കി നല്ല മുരിയിപ്പിച്ച്, എനിക്കിങ്ങനെ മുരിയിപ്പിച്ച് ചൂടണം കേട്ടോ ദോശയൊക്കെ ആകുമ്പോൾ. അങ്ങനെ മുരിയിപ്പിച്ചതാ രണ്ടും കൂടി നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ. പിന്നെ ഉച്ചക്കായപ്പോൾ നല്ല ഉണ്ടമത്തിയും അതിൻ്റെ പഞ്ഞീനും മുളകിട്ടതും കറിയും പിന്നെ അതും ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഞാൻ ഈ തലേന്നത്തെ ബിരിയാണി ഉണ്ടല്ലോ ചൂടാക്കിയിട്ട് തന്നെ കേട്ടോ കഴിച്ച്. പിന്നെ ചിക്കനും പൊരിച്ചിരുന്നു അതിൻ്റെ കൂടെ. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ, വൈകുന്നേരം ആയിട്ടില്ല, അതിൻ്റെ മുന്നേ നല്ല മഴയായിരുന്നു.